കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? റിലയൻസ് ജിയോയ്ക്ക് പിന്നാലെ എയർടെലും മൊബൈൽ നിരക്കുകൾ കുത്തനെ കൂട്ടി. എന്ത് പറ്റിയടാ? 21% വരെയാണ് നിരക്ക് വർധന. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള റിലയൻസ് ജിയോ തന്നെ ബിസിനസിന്റെ ലാഭം ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. രാജ്യത്ത് നിരക്ക് വർധനയ്ക്ക് തുടക്കമിട്ടു. 4G പോലും എല്ലായിടത്തും എത്തിക്കാൻ കഴിയാത്ത BSNL അടക്കം ഇനി നിരക്ക് കൂട്ടുമോ എന്നതാണ് അറിയാനിരിക്കുന്നത്. ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെലികോം കമ്പനികൾ ഒന്നൊന്നായി നിരക്ക് കൂട്ടി തുടങ്ങിയത്. ശരാശരി വരുമാനം 300 രൂപയിൽ കൂടുതൽ വേണമെന്ന നിലപാടാണ് എയർടെലിനുള്ളത്. കാർഷിക പ്ലാനുകളുടെ വരെ വില വർദ്ധിപ്പിച്ചു. 38 ദിവസം വാലിഡിറ്റിയുള്ള 1.5 GB ഡാറ്റ പ്രതിദിനം തരുന്ന ജിയോയുടെ ജനപ്രിയ പ്ലാനിന് വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. 239 രൂപയായിരുന്നു നിരക്ക്. അതിന് 299 രൂപയാകും. 265 രൂപയുടെ പ്രതിമാസ അൺലിമിറ്റഡ് പ്ലാനിന് നമ്മളൊക്കെ ആരെ വിളിക്കാൻ ഇനി 299 രൂപ നൽകണം. എന്നെ തേച്ചതാണല്ലേ? രാജ്യത്ത് മെച്ചപ്പെട്ട രീതിയിൽ ടെലികോം കമ്പനികൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. അടിച്ച് നോട്ട് ഉണങ്ങാൻ ഒരു 10 മിനിറ്റ് സമയം എടുക്കും. പുതിയ നിരക്കുകൾ അടുത്ത മാസം 3 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിദിനം 2 GB മുകളിലുള്ള 5G ഡാറ്റ പ്ലാനുകൾ അൺലിമിറ്റഡ് ആക്കി എന്നത് മാത്രമാണ് ഏക ആശ്വാസം. ഞങ്ങൾക്കാരുടെ ഓചാരം ഒന്നും വേണ്ട. വോഡഫോൺ ഐഡിയ കൂടി നിരക്ക് കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കുള്ള തിരിച്ചടി ഏതാണ്ട് പൂർണ്ണമാകും. എന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ്, എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും വില കുറച്ച ഡാറ്റ നൽകിയിരുന്ന ജിയോയാണ്. അതെ, ഇവിടുത്തെ സൗകര്യങ്ങളിലൊക്കെ ഹാപ്പിയാണല്ലോ. കൂടുതൽ സൗകര്യങ്ങൾ തന്നെ ഞങ്ങളെ വീർപ്പ് മുട്ടിക്കരുത് പ്ലീസ്. ഇന്ന് നിരക്ക് വർധനവിൽ ഏറ്റവും മുൻപന്തിയിൽ എന്നുള്ളതാണ് ഏറെ വിരോധാഭാസം. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എല്ലാ വീടുകളും പതിച്ചേക്കൂ.